സ്നേഹമുള്ള സഹോദരന്മാരെ, പ്രിയമുള്ളവർ, അല്പസമയത്തേക്ക് മാത്രം ഞങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് വിശുദ്ധ ബൈബിളിലെ ചില വേദഭാഗങ്ങൾ മാത്രം സംസാരിക്കുവാൻ ആഗ്രഹിക്കുക. ദൈവമായ കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തിരുവചനം കേൾക്കുന്ന സകലരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തു അത്ഭുതം പ്രവർത്തിക്കട്ടെ. യേശുവിന്റെ സമാധാനവും സന്തോഷവും സ്നേഹവും നിങ്ങളുടെ സകല മനുഷ്യരുടെയും ഹൃദയങ്ങളിൽ എന്നും എപ്പോഴും വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ അല്പസമയം മാത്രം നിങ്ങളുടെ മുൻപിൽ നിൽക്കുകയാണ്. തിരുവെഴുത്തിൽ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ഇപ്രകാരം: നിങ്ങൾ എവിടെ പോയാലും അവിടെയൊക്കെയും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കണം. ഇപ്പോൾ ദൈവരാജ്യം നമുക്ക് അടുത്തിരിക്കുകയാണ്. യേശുവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. ഇന്ന് ലോകത്ത് നടക്കുന്നതായ ഓരോ സംഭവങ്ങൾ, തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത് ഓരോ പ്രവചനങ്ങളുടെയും നിവർത്തി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നാം വളരെയേറെ ശ്രദ്ധയോടെ നമ്മുടെ ജീവിതം മുൻപോട്ട് നയിക്കണമെന്ന് തിരുവചനം പറയുക. അതിനാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ എവിടെ ചെന്നാലും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കണം എന്ന്. ആയതിനാൽ പ്രിയമുള്ളവരെ, അല്പകാലത്തേക്കുള്ള ഈ ജീവിതം ദൈവത്തിനായി സമർപ്പിക്കുക. കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം നമ്മളിൽ കൂടെ ഈ ലോകത്ത് പ്രാവർത്തികമാക്കുവാൻ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം 33-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം: അവൻ അവന്റെ കൃപ വിചാരിച്ച് കുഴിയിലിറങ്ങാതെ വണ്ണം ഇവനെ രക്ഷിക്കണമേ, ഞാൻ ഒരു മറവില കണ്ടിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ ഒരു മനുഷ്യൻ കുഴിയിൽ ഇറങ്ങാതിരിക്കുവാൻ, ഇവിടെ കുഴിയിലെന്ന് പറയുന്നത് മരണത്തെ കാണിക്കുകയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ കുഴിയിൽ ഇറങ്ങാതെ വണ്ണം എന്ത് മറവിലയാണ് മനുഷ്യന് ദൈവത്തിന് കൊടുക്കുവാൻ കഴിയുക? എന്തെങ്കിലും വില കൊടുത്തെന്നാൽ അങ്ങനെ കുഴിയിൽ ഇറങ്ങാതിരിക്കുക, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ലോകത്ത് നിന്ന് മാറ്റപ്പെടാതിരിക്കുക എന്നുള്ള ദൈവത്തിന്റെ യാഥാർത്ഥ്യം നടപ്പിലാകാതിരിക്കുമോ? അപ്പോഴങ്ങനെ നമുക്കൊരു താല്പര്യം തോന്നുകയാണ്, ഒരാഗ്രഹം തോന്നുകയാണ്, മരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, മരിക്കുന്നില്ല. അതിന് ദൈവത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യുവാൻ പറ്റും, എന്ത് വില കൊടുക്കുവാൻ പറ്റും? അതാണ് ഇവിടെ ഇയ്യോബ് ചോദിക്കുന്നത്. അവനവന്റെ കൃപ വിചാരിച്ച് കുഴിയിൽ ഇറങ്ങാതെ വണ്ണം ഇവനെ രക്ഷിക്കണമേ, ഞാൻ ഒരു മറവില കണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടി മറവിലയായി തീർന്നത് യേശു കർത്താവാണ്. കാരണം സകല മനുഷ്യന്റെയും ആത്മാവ് ദൈവത്തിൻ്റെതാണ്. ആ ആത്മാവിനെ എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ദൈവമാണ്. അപ്പോൾ ആ ആത്മാവ് നമ്മളിൽ നിന്ന് പോയി കഴിയുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകാതെ ദൈവസന്നിധിയിൽ ദൈവത്തോടു കൂടെ ആയിരിക്കുവാൻ മറുവിലയായിട്ടാണ് യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നതും 33.5 വയസ്സുവരെ ഇവിടെ ജീവിച്ചിരുന്നതും. നമ്മുടെ എല്ലാവരുടെയും ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി കൽവരിയിൽ ക്രൂശിക്കപ്പെട്ട് തന്റെ രക്തമാണ് നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു മറുവിലയായി കൊടുത്തത് എന്ന് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. യെശയ്യാപ്രവചനം 43-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം: നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന്
താൻ നിന്റെ രക്ഷകൻ, നിന്റെ മറുവിലയായി ഞാൻ ഇസ്രായേലിനെയും നിനക്ക് പകരമായി കൂശിനെയും കൊടുത്തിരിക്കുന്നു എന്ന് ഇവിടെ കാണുവാൻ കഴിയും. മത്തായി 16:26 ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അല്ല, തന്റെ ജീവന് വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും എന്ന് പിന്നെയും ഇവിടെ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യത്തിൽ കൂടി ചോദിക്കുക. അപ്പോൾ ഒരിക്കലും ഒരു മനുഷ്യനും അവന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി മറുവിലയായി ആർക്കും ഒന്നും കൊടുക്കുവാൻ കഴിയുകയില്ല. അഥവാ നാം അറിവില്ലാതെ ആർക്കെങ്കിലും അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് ദൈവം സ്വീകരിക്കണമെന്നോ അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ അവന്റെ ആ വില എത്തണമെന്നോ അവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം നൽകണമെന്നോ ഇല്ല. കാരണം അവർക്കതിന് കഴിയുകയില്ല. ഇപ്പോൾ എന്നെ ബൈബിൾ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് നല്ല ഉപദേശം തരുന്നതായ അദ്ദേഹത്തിന് ഒരിക്കലും എന്നെ സ്വർഗത്തിൽ എത്തിക്കുവാൻ കഴിയുകയില്ല. അദ്ദേഹം പോകുവാനാണ് അദ്ദേഹം നോക്കുന്നത്. എന്നാൽ ഞാൻ സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ വേണ്ടി ദൈവത്തിൻ്റെതായ നല്ല ഉപദേശങ്ങൾ എനിക്ക് തരുവാൻ അദ്ദേഹത്തിന് കഴിയും. അല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിന് കൊടുത്തെന്നെ രക്ഷിക്കുവാൻ കഴിയുകയില്ല എന്ന് തിരുവചനം നമ്മെ വളരെ വ്യക്തമായി തന്നെ പറയുകയാണ്. മത്തായി 20:28 പറയുന്നത്, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനും മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളുടെയൊക്കെയും ജീവൻ രക്ഷിക്കുവാൻ യേശു കർത്താവ് കാൽവരിയിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിക്കപ്പെട്ടു, മരിച്ചു. അപ്പോൾ ഇവിടെ യേശുവിന്റെ മരണം, ആ മരണത്തോടു കൂടി സകല മനുഷ്യനും അവന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള വില യേശു കർത്താവിന്റെ മരണത്തിൽ കൂടി കൊടുത്തിരിക്കുന്നു. അതിനാണ് പ്രിയമുള്ളവരെ പറയുന്നത്, യേശുവിനെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുകയും എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടതെന്നും വായു കൊണ്ട് പറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യണമെന്ന് ഈ മറുവിലയാണ്. അങ്ങനെ യേശു നമുക്ക് വേണ്ടി മരിച്ച യേശുവിനെ നമ്മുടെ ആത്മാവിനെ രക്ഷിക്കുവാൻ കഴിയും. ആ യേശുവിനെ സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് ആ രക്ഷ അനുഭവിക്കുവാൻ കഴിയുന്നതും നാം അതിന് ഉടമസ്ഥൻ ആയിത്തീരുന്നതും എന്ന് തിരുവെഴുത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. മർക്കോസ് 8:37 പറയുന്നത്, അല്ല, തന്റെ ജീവന് വേണ്ടി മനുഷ്യൻ എന്തൊരു മറുവില കൊടുക്കും? എന്ത് കൊടുക്കും? മനുഷ്യനെ അവന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിന് കൊടുക്കുവാൻ എന്താണുള്ളത്? ദൈവത്തിനാണെങ്കിൽ നാം ആഗ്രഹിക്കുന്ന പോലെ ധനം, സമ്പത്ത്, ഇതൊന്നും ദൈവത്തിന് ആവശ്യമില്ല. കാരണം ഈ ലോകം സൃഷ്ടിക്കുകയും മനുഷ്യന്മാരെ പോലെ ജീവനുള്ള സകലത്തിനും ആവശ്യമായതൊക്കെ ഇവിടെ ദൈവമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ദൈവത്തിന് മനുഷ്യൻ്റെതായ ഒരു സമ്പത്തിൻ്റെയും ആവശ്യമില്ല. സമ്പത്ത് മുഴുവൻ ദൈവത്തിൻ്റെതാണ്. അതാണ് തിരുവചനം പറയുന്നത്. ദൈവത്തിന്റെ ഭണ്ഡാരമെന്ന് പറയുന്നത് അത് ഒരിക്കലും ഒഴിഞ്ഞു പോകുന്നതല്ല, അത് നിറഞ്ഞിരിക്കുന്നതാണ്. അത് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഓരോ അവസരങ്ങളിലും അവരുടെ ആവശ്യമനുസരിച്ച് യഥേഷ്ടം അവർക്ക് നൽകുവാനുള്ളതാണ്. അത് നാം സ്വീകരിക്കണമെങ്കിൽ നമുക്ക് ദൈവവുമായി നല്ല ബന്ധം വേണം. കാരണം നാം ദൈവത്തിന്റെ മക്കളായി തീരണം. ദൈവത്തിന്റെ മക്കളായി നാം തീരുവാൻ നമുക്ക് സമയമുണ്ട്. അതാണ് ഏറിയാൽ 70 അല്ലെങ്കിൽ 80 എന്ന ഈ കാലഘട്ടത്തിലാണ് നാം നമ്മുടെ രക്ഷിതാവിനെ തിരഞ്ഞെടുക്കുകയും ആ രക്ഷിതാവിന് വേണ്ടി നാം ജീവിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ ആയിരിക്കണം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം. 1 തിമോത്തിയോസ് 2-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം പറയുന്നത്, ഒരുവൻ എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ എന്ന്. അപ്പോൾ നമുക്കെല്ലാവർക്കും വേണ്ടി മറുവിലയായി തീർന്നത് യേശു കർത്താവ്.
യേശു കർത്താവിന്റെ ജീവനാണ്, യേശുവിന്റെ രക്തമാണ്. അതാണ് നമുക്കെല്ലാവർക്കും വേണ്ടി മറുവിലയായി നൽകിയിരിക്കുന്നത്. ആയതിനാൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ നാം അവനോട് കൂടെ എടുക്കപ്പെടണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുകയും യേശു എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറിപ്പോയി. യേശു വീണ്ടും വരും. തന്നിൽ വിശ്വസിച്ച് മരിച്ചവരെയും തന്നിൽ വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്നവരെയും ചേർത്ത് കൊണ്ടുപോകുവാൻ അവരവനായി പ്രിയമുള്ളവരെ നാം ഒരുങ്ങിയിരിക്കണമേ എന്ന പ്രാർത്ഥനയോടും അപേക്ഷയോടും കൂടി എന്റെ വാക്കുകൾ ഞാൻ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സമാധാനവും സന്തോഷവും സ്നേഹവും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ, നിങ്ങളുടെ ഭവനങ്ങളിൽ എന്നും എപ്പോഴും ആയിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇവിടെ ഓരോ ജോലി ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വാഹനം ഓടിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കട്ടെ, അവരെ പരിപാലിക്കട്ടെ. ഓരോ ബിസിനസ്സിലും ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ.